ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമദാൻ 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും വിചാരിച്ചിട്ടാണ് അപ്പോൾ ഹസ്ബൻ്റെ പപ്പ പറഞ്ഞത് പത്തിരി മുട്ടക്കറിയും വേണമെന്ന്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, രാത്രി വെച്ച് പൊലച്ചക്ക് വെച്ച അത്താഴത്തിന്. അപ്പോൾ എനിക്കത് മതി, മുട്ടക്കറി വേണമെങ്കിൽ ലേശം വയ്ക്കാം. അപ്പോൾ മുട്ടക്കറി പത്തിരി തിന്നാൻ പോയിട്ട് മുട്ട കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പത്തിരി കുഴച്ച് കാണിച്ചുതരാം. പത്തിരി ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഇത് കുഴയ്ക്കാനേ ഉള്ളൂ. ചൂട് തണയട്ടെ വിചാരിച്ചതേനു. അപ്പോൾ ചൂടൊക്കെ തണയിക്കുന്നത്. നമുക്ക് വാതിലടയ്ക്കാം, അവൾ ഉറങ്ങിക്കോട്ടെ. ഈ സാധനമല്ലേ ഞാൻ കാണിച്ചതേ, ഇത് ലൈറ്റൊക്കെ ഓഫാക്കിയാലേ ഇത് കാണും, ഭംഗി വരുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതിനു. കാണുന്നുണ്ടോ? ഇതിലെന്താ ഐഡിയ അറിയാം? എണീച്ചോ? അല്ല, അവളെ എണീച്ച്. അപ്പൊ എന്താ, ഉറങ്ങി എണീച്ചാൽ ഇതൊരു പതിവാണ്. ലൈറ്റ് ഇടണം. പിന്നെന്താ, ഹായ് പറ. മീൻ പൊണ്ടില്ല, വലിയ കുത്തി വയ്ക്കുന്നേ. അപ്പം എന്താ, ഇനി ഹസ്ബനെ മൂത്രം ഒഴിപ്പിക്കണം, പല്ലി ഒപ്പിക്കണം. പത്തിരി ഒന്നും ആയില്ലല്ലോ കുഞ്ഞേ, പത്തിരി ആക്കണ്ടേ? മുഴുവടി ഇരിക്കോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാൻ വരുമ്പോൾ അമ്മച്ചി മൂത്രം ഒഴിച്ച് പല്ലി ഒപ്പിച്ചിട്ട് അപ്പത്തേനും പത്തിരി ആവും കേട്ടോ. ഓക്കെ ഓക്കെ ആണോ? പല്ലേക്കാതെ പോകരുതേ, വാ പല്ലേപ്പിച്ചു തരാം. അപ്പം എന്താ, ഞാൻ ഒക്കെ പല്ലേപ്പിച്ചു കൊടുക്കട്ടെ. എനിക്ക് പത്തിരി കുഴക്കാണ്ട്, ചൂട് അധികം തണിഞ്ഞാൽ കൊയ്യൂല. ഇങ്ങോട്ട് വാട്ടോ വാ. കാക്കന്മാരൊക്കെ അതാ അവിടെ ഡോറ് തുറന്നില്ലക്ക, ഉറങ്ങിയേക്കും. സ്കൂളിൽ പോയതാ, പന്ത് കളി കളിക്കാനായിട്ടില്ല. താത്തമാരൊക്കെ വരും എന്നെ വിളിക്കാൻ, അപ്പോൾ പോയാൽ മതി കേട്ടോ. അപ്പം എന്താ, ഞാൻ പത്തിരി കുഴക്കാണ് ഗൈസ്. നിങ്ങളൊക്കെ നല്ല പത്തിരിയായി വന്നിട്ട് ഇന്ന് തല കുത്തനാ തോന്നുന്നു. എന്താ വെച്ചാൽ ഇത് ഒന്നും റെഡി ആവില്ല, ഭയങ്കര ടൈറ്റ് തോന്നുന്നു. വെള്ളം കുറഞ്ഞു പോയിട്ടാണോ അറിയില്ല. നിങ്ങളൊക്കെ നല്ല പത്തിരി കേട്ടോ, ചിലപ്പോൾ അങ്ങനെയാണ്. ഇന്ന് നന്നാവുമ്പോൾ നാളെ റെഡിയാവില്ല, നാളെ റെഡിയാകുമ്പോൾ നന്നാവില്ല, അങ്ങനെയൊക്കെ. സാധാരണ ഞാൻ പത്തിരി ഇവിടെ വെച്ച് പരത്തലാണ്. അപ്പോൾ ഇന്ന് പരത്താനുള്ള ടൈം ഉണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ ഡ്രസ്സ് മേടിക്കണം അപ്പുറത്ത് റൂമിൽ. അതിൻ്റെ പപ്പ കോഴിമുട്ടയായിട്ട് വരുന്നുണ്ട്. ഇനി ഉറങ്ങല്ലേ, പിന്നെ അങ്ങനെ മുട്ടായി നമ്മുടെ മുട്ടായി ഉണ്ട്. ഇനി പോയി മുഖമൊക്കെ തേരാപ്പി ഒക്കെ ഉണ്ട്, എന്നിട്ട് കളിക്കാറില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻ്റെ പല്ലൊക്കെ തേച്ച് കൊടുക്കില്ല ചില പപ്പ. അപ്പം എനിക്കിന്ന് കുറഞ്ഞു കിട്ടി. അപ്പം അപ്പത്തേനും അത് കുഴക്കിട്ടുന്നിട്ട് ഒരു വീഡിയോ എടുക്കാം. അപ്പം എന്താ, പത്തിരി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ടക്കറി ഉണ്ടാക്കണം, മുട്ട പുഴുങ്ങാൻ വെക്കണം. അങ്ങനെ എന്താ, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹസ്ബമ്മളെ പോയി നോക്കാം. മിഠായി കിട്ടി തോന്നുന്നു. ഹസ്വാ, പപ്പ മിഠായി തന്നെ തിന്ന. കോമത്തായ എന്തേ, രാവിലെ തന്നെ മിഠായില്ലേ? എനിക്ക് നോമ്പില്ല മിഠായി നിന്ന് നോമ്പില്ല. ഇന്ന് നോമ്പ് പിടിച്ചില്ല. അതോ ഫസ്റ്റത്തെ നോമ്പ് പിടിച്ചില്ലേ? ഒരു നോമ്പ് പിടിച്ചില്ലേ? അതെന്താ വെച്ചാല് സുബിക്കാണ് അവള് ഓൾറെഡി ഉറങ്ങി നമ്മളെ കൂടെ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീച്ചതോള് 5:30 തോന്നുന്നു. അപ്പോൾ പിന്നെ അവള് കളിക്കാനാണ് പോയത് പുറത്തേക്ക്. കളിക്കാൻ പോയാൽ ഓരോ കൂടെ കുറേ കളിച്ച് ബാങ്ക് കൊടുത്തേരം കൊണ്ട് വന്ന് അങ്ങനെ വെള്ളം കുടിച്ച് വിടണം അല്ലേ. അങ്ങനെ ഒരു നോമ്പായി എന്നാണ് അത് പറഞ്ഞു. ഞാൻ അസുവിനെ പറഞ്ഞു ഇത് നോമ്പൊക്കെ പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് നോമ്പ് പിടിച്ചില്ലല്ലേ? ഇന്നലെയും പിടിച്ചില്ലാലോ. മിഞ്ഞാന്നാണ് പിടിച്ചത് ഒരു നോമ്പ് അല്ലേ. അപ്പം ഞാൻ പോയിട്ട് പണിയെടുക്കട്ടെ. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് വരാം. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് നടക്കൂല, ടൈമില്ല തീരെ. അപ്പോൾ ഞാൻ വേഗം ഒക്കെ സെറ്റാക്കി വെക്കട്ടെ. അപ്പം എന്താ പത്തിരി ചൂടാണ്. ഇപ്പം മെയിനായി ഞാൻ കളിച്ചാൽ ഇപ്പം എന്താ പത്തിരി ഇവിടെ പൊള്ളി വരുന്നുണ്ട്. അങ്ങനെ ഇതാ പത്തിരിപ്പണി കഴിയാനായിട്ടുണ്ട്. കോഴിക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി വാട്ടലിക്ക് വെച്ചിട്ട് പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇല്ലെങ്കിൽ ഒരു തക്കാളി കൊടുക്കുക കേട്ടോ. കുറച്ചേ ഞാൻ വെക്കുന്നുള്ളൂ. എനിക്ക് മുട്ടക്കറി വലിയ ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് മതി. അതൊക്കെ അതുകൊണ്ട് പപ്പക്ക് മാത്രം. ഞാൻ ഇവിടെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അസമോട് ഇവിടെ കളിക്കുക കേട്ടോ. അസമ കളിക്കുക, ഫുഡ് ഉണ്ടാക്കുക. എന്താ നോമ്പിന് സ്പെഷ്യല്? ക്യാരറ്റോ? ഇവിടെ കരിഞ്ഞു നോക്കണ്ട. ഒരു കോഴിമുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കുകയാണ്. മറ്റേ 3 എണ്ണം ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ പൊട്ടിച്ചു വയ്ക്കാം കേട്ടോ. ഇങ്ങനെ നല്ല കുത്തി ഇളക്കുക. ഞാൻ വെറൈറ്റി കോഴിമുട്ടക്കറിയാണ്. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ക്യാമറ ക്ലിയർ ഇല്ല. നിങ്ങളോട് ഞാൻ കടി വാങ്ങണ്ട അറിഞ്ഞില്ലേ? അത് അസുഖ എടുത്തതിന് മുമ്പ് കടിമ വാങ്ങി. എന്തൊക്കെ ഉള്ളവക്ക പപ്പക്ക് നോമ്പല്ലേ അസുവാ? നല്ല രസമുണ്ടല്ലേ? ഇന്ന് എത്ര രൂപ? ചായ ഉണ്ടോ? ഇല്ല. ഇവിടെ സിഗരറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് കത്തിയല്ലേ? അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ വലിക്കുന്ന സിഗരറ്റ് പറയുന്നത്. സിഗരറ്റ് വലിക്കാൻ പറ്റൂല പറയും. നിങ്ങളെ സീറ്റ് നല്ല രസമുണ്ടല്ലേ? നിങ്ങൾ ഇരിക്കുന്ന കസാല എവിടുന്ന് വാങ്ങിയ? അങ്ങാടിന്നോ? പിന്നെ അപ്പം എന്താ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ചായ കട്ടനാണ് ഇവിടെ. എന്താ വെച്ചാൽ പാൽ ചായ ബൗക്കാക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ പാൽ ചായ കുടിച്ചാൽ വേഗം കഫെന്ന് അറിയൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്.
പിന്നെ ഇതൊക്കെ തന്നെയാണ്. ഇത് മേടിച്ച കടികളാട്ടോ. പൊക്കോട ഉണ്ട്, പഴംപൊരി, ഉന്നക്കായി. ഒരു പഴംപൊരി ഹസ്ബൻഡ് എടുത്തോണ്ട് വയ്ക്കുന്നത്. അപ്പം എന്താ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു നോമ്പ് തറ നമുക്ക് മാത്രം. മുട്ടക്കറി കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട്. ഇനി എന്താ കൂട്ടിയാലറിയാം. പിന്നെ എനിക്ക് ചിക്കൻ കറി ഉണ്ട്. അപ്പം എത്ര ഉള്ളൂ. ഈ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. പൊട്ടിച്ചേരി എന്താ ക്ലിയർ ഇല്ലാത്ത 16 Pro Max എനിക്കല്ലേ. പൊളിയാണല്ലോ. വെക്കാം നോക്കോ. ആ നോക്കാം നിൽക്കാനല്ല വേണ്ട. വയറ്റിൽ ഇങ്ങനത്തെ പറ്റും. ഓക്കെ, നല്ല ചാണല്ലോ. അതുണ്ടാക്കി എന്താ പഴംപൊരി പഴംപൊരി. പഴം ഇഷ്ടല്ല പഴംപൊരിത്തെ. എന്നൊക്കെ ഇനി തിന്നിയില്ല. തിന്നാലല്ലേ ഇഷ്ടമുണ്ടോന്ന് അറിയാം. ഒരു കഷ്ണം കടിച്ചു നോക്കാതെ. എന്നാൽ വലിയ കഷ്ണം കടിക്കും. പമ്പരുന്നോ ഞാനൊക്കെ തന്നെയല്ലേ. ഞാൻ ചേരാ. ഇഷ്ടമല്ലാത്ത വേണോ എന്താ ഇഷ്ടമല്ലാത്ത ഇത് തിന്നട്ടോ. വികല്ലേ നിലത്തിരുന്നോ. തിന്നട്ടോ. ചിക്കൻ കറി വേണോ? ചിക്കൻ കറി രസമുണ്ടോ? ഇവിടെ ചോദിക്കാൻ മറന്നു. ശരി, സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ. എനിക്കുന്നുണ്ടേ. താങ്ക് യു. അടിപൊളിയാ. ഏത് കൈനാടാ തിന്നുന്നേ? ആ കൈനോട് തിന്നാൻ പറ്റൂല കുഞ്ഞേ. ആ കൈ